കുളിച്ച് ഫ്രഷായി ഫേസിലാണ് വാഷ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഡെയിലി ലൈക്ക് രാത്രി സ്കിൻ കെയർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ഡെയിലി എല്ലാ നൈറ്റും ഞാൻ ഈ സ്കിൻ കെയർ ഫോളോ ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ ഫോളോ ചെയ്യാറില്ല. ഇപ്പോൾ എവിടെയും പോയിട്ട് വന്നിട്ട് അപ്പാട് മുഖമൊന്ന് കഴുകി ഫ്രഷായി ഒറ്റ പോയി ഉറങ്ങുന്ന ഡേയ്സും ഉണ്ട്. അല്ലാണ്ട് ലൈക്ക് പ്രോപ്പറായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലൈക്ക് ഒരു നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കുമ്പോൾ ഞാൻ സ്കിൻ കെയറും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പാട് ലൈക്ക് ഒന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷായിട്ട് എണീക്കാൻ വേണ്ടിയിട്ടാണ് നോക്കും. ഞാൻ ഓരോന്നോരായിട്ട് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് ഫേസിലേക്ക് യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഓർഡിനറിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് 7% എക്സ്പോലിയേറ്റിംഗ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ വലിയ റിവ്യൂസ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കാരണം ഭയങ്കര ഇവരെ വൈറലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ലോണം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാണുന്നുണ്ടോ എന്നറിയില്ല. ഡയറക്റ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ നമുക്ക് കോട്ടൺ പാഡിൽ ലൈക്ക് ഡിപ്പ് ചെയ്തിട്ടല്ല കോട്ടൺ പാഡിൽ ടോണർ ആക്കിയിട്ട് നമുക്ക് മെല്ലെ നമുക്കിങ്ങനെ വൈപ്പ് ചെയ്തും കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. സ്കിന്നിൽ മൊത്തം ഞാൻ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഓർഡിനറീൻ്റെ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് എവിടെയെന്ന് വെച്ചാൽ ഡയറക്റ്റ് സെഫോറയുടെ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ ഓഫറും എനിക്ക് കിട്ടിയിട്ടില്ല. നൈക്കയാണെങ്കിലും ഇതിന് ഓഫർ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇതിന് റേറ്റ് വന്നിട്ട് 1400 ഓർ സംതിങ് ആണ് ഞാൻ പേ ചെയ്ത്. കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് സ്കിന്ന് നല്ലോണം ഒന്ന് ലൈക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ സെയിം ഓർഡിനറിൻ്റെ തന്നെ ഹയർലോണിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. ഹയർലോണിക് 2% ആണ് ഇതിനകത്തുള്ളത്. ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഒരു ഭയങ്കര ഹൈഡ്രേഷൻ തരുന്നൊരു സിറമാണ്. ഭയങ്കര ഹൈഡ്രേഷൻ തരും നമുക്ക്. പ്രത്യേകിച്ച് ഇവർ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. കാരണം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ലൈക്ക് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡും അതുപോലെ തന്നെ ലൈക്ക് സെറം കൂടിയാണിത്. ഇവരെ മെയിനായിട്ടും ഹയർലോണിക് ആസിഡ്, വൈറ്റമിൻ സി, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തത് കൊണ്ട് ലൈക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത് അടിപൊളിയാണ്. നമുക്കില്ലേ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടാ. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് ഫേസിലേക്ക് ഇങ്ങനെ തരും. അപ്പോൾ ഇത് ബേസായിട്ട് മേക്കപ്പിൻ്റെ അണ്ടറിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടല്ല, അത്രയും അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൽപ്പിലേക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർ ആംസ്, നമുക്ക് കൈക്കുള്ള കറുപ്പ് എല്ലാവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിനോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണിത്, സ്കിൻ കെയർ ബ്രാൻഡാണിത്. അപ്പോൾ ഇത് ഇവരുടെ അണ്ടർ ഐ ക്രീമാണ്. ഞാനിത് കുറച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, കുറച്ച് ഞാൻ എടുത്തിട്ട് 2 കൈയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐയിലേക്ക് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നല്ല ഭയങ്കര സുഖമായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന ട്യൂബ് തന്നെ അത്യാവശ്യം 1000 മുകളിലുണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എവിടെയും ഞാൻ കൊടുക്കുക ഇതിൻ്റെ റേറ്റും. അതേപോലെ തന്നെ അവരുടെ ഒരു സൺസ്ക്രീനും കൂടി ഉണ്ട്, സെയിം ബ്രാൻഡിൻ്റെ, കൊറിയൻ ബ്രാൻഡിൻ്റെ. ഇതും കുറേ വൈറലായിട്ടുള്ളൊരു ലൈക്ക് ഒരു ബ്രാൻഡല്ല, ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് അവരുടെ സൺസ്ക്രീൻ. ലൈക്ക് ഇത് അടിപൊളിയാണെന്നാണ്. ഒരു വൈറ്റ് കാസ്റ്റ് നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും നമുക്ക് സ്കിന്നിന്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം നൈറ്റ് സ്കിൻ കെയറിന് അധികം സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ മോർണിംഗിൽ ഇതിപ്പോൾ ചെറിയ ബോട്ടിലും കൂടിയായിട്ട് നമുക്ക് നല്ല റേറ്റ് ഉണ്ട് ഈ സാധനത്തിന്. പക്ഷേ ആ റേറ്റിന് വേർത്താണോ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പക്ഷേ ഇതിൽ ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒറ്റ ക്വാണ്ടിറ്റി, ഭയങ്കര ചെറിയ ട്യൂബാണ്. നമുക്ക് ചെറിയ കുഞ്ഞു ട്യൂബാണ്, ഇവിടെ ഇല്ലാതെ കുഞ്ഞു ട്യൂബാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്.
കണ്ട മോയ്സ്ചറൈസർ തീരാറായി. ഞാൻ അത്രയും കൂടുതൽ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ച മോയ്സ്ചറൈസറാണ് സെറ്റാഫിലിൻ്റെ. ഇത് കഴിയാനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ ട്യൂബ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, മോയ്സ്ചറൈസർ തന്നെ. അപ്പോൾ ഇത് വാങ്ങിക്കേണ്ട റേറ്റ് അന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായില്ല, ഇതിന് 1000 സംതിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ട്യൂബ് വാങ്ങിച്ച് വെച്ചു. അപ്പോൾ ഇത് സ്കിൻ കെയർ ആയിട്ട് നമുക്ക് ഫേസിലേക്ക് എന്ത് ചെയ്യാം, മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ലിപ് മാസ്ക്. ഈ ലിപ് മാസ്ക് ലെനേക്ക് വാട്ടെവർ, അതിൻ്റെയും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇത് പറയുന്നത് ബെറി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല, നല്ല ബ്രാൻഡാണ്. ലൈക്ക് ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോണറിനൊക്കെ നല്ല ടോണർ യൂസ് ചെയ്തിട്ടുള്ളതാണ്, നല്ല റേറ്റ് ഉണ്ട് അതിനൊക്കെ. അപ്പം ഇത് ശരിക്കും ഒരു നമ്മൾ ചാപ്റ്റായിട്ടുള്ള ലിപ്സൊക്കെ ഇടല്ല, രാത്രി യൂസ് ചെയ്തിട്ട് രാവിലേക്ക് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വരും ലിപ്സൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ് മാസ്ക് ആണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിലത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണിത്, മൈ ഫേവറേറ്റ് വൺ ഗൈസ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. അപ്പം ഫേസ് കണ്ട ഭയങ്കര ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ല ഫേസ് ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ടാവും, ഭയങ്കര ഗ്ലോ ആയിട്ട് ഞാൻ കണ്ടാൽ തിരിയുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ ഭയങ്കര ഗ്ലോ ആണ് ഫേസിൽ ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, മൈ നൈറ്റ് സ്കിൻ കെയർ.